Hello. Everything depends upon our attitude and how we are taking things. Our attitude can shape how we experience the life. Same situations can feel a burden or it's an opportunity. നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഐ ക്യാൻ സേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് വെൻ ഐ ഗോ ടു വർക്ക് നമ്മൾ ജോലിക്ക് പോകുമ്പം അത് വാർഡിൽ മേ ബി ഐ ആം എൻ്റെ വർക്കിംഗ് വിത്ത് ജൂനിയർ നഴ്സസ് ഓർ സ്റ്റാഫ് ഷോർട്ടേജ് ആയിരിക്കും, ഒത്തിരി വർക്ക് ലോഡ് ഉണ്ടായിരിക്കും, ലൈക്ക് മൺഡേസ് ഫ്രൈഡേസ് ഒക്കെ ഒത്തിരി വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഭയങ്കര ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രെസ്സിങ് മൈ സെൽഫ് ഐ ക്യാൻ ടേക്ക് ദാറ്റ് ദിസ് ഇസ് മൈ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് മൈ സെൽഫ് or improve my teaching skills, അല്ലെങ്കിൽ improve my experience, improve my time management. I can take that way and finish the day. Another example, there are two students. Yeah, they both got very low grade ആയിരുന്നു. അപ്പം one taken that he said, this is a sign that I'm not good enough anything. So he dropped. But another one said, this is sign shows that I need to be work hard. So he study hard, work hard, and is success in his life. Think the situation was same for both of them. It's all but the outcome was different. How the way they received it. നമ്മളെല്ലാം റിസീവ് ചെയ്യുന്ന പോലെയാണ്. അനദർ എക്സാമ്പിൾ ഞാൻ പറയാം. റെയിൻ വന്നിരിക്കട്ടെ, ഒത്തിരി പോട്ട്സൊക്കെ ഔട്ട്സൈഡിലുണ്ട്, ബക്കറ്റ്സും പോട്ട്സും. So when the rain finished, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ the level of water in each pot is different. It depends upon how they are, how they received it. അല്ലേ? സം പോട്ട് ചെരിഞ്ഞിരുന്നാൽ ഇച്ചിരി വെള്ളമേ കാണത്തുള്ളൂ. സം പോട്ട് കമന്ന് there is no water at all. Some pots stand straight full of water. Is that the problem of the rain? No, the problem is you, how you received it. അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബുക്ക് വായിച്ചാൽ ചിലർക്ക് ആ ബുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ചിലർ പറയും ബോറിംഗ് ആണ്. അത് ബുക്കിൻ്റെ പ്രോബ്ലമോ ഓതറിൻ്റെ പ്രോബ്ലമോ ഒന്നല്ല, പ്രോബ്ലം നീയാണ്. നീ ആ ബുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു മെസ്സേജ് ചർച്ചിലേക്ക് കേട്ടു, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ എവിടത്തെങ്കിലും കേട്ടു. സം പീപ്പിൾ ഭയങ്കര ബോറിങ്, അവർ പറയും മെസ്സേജ് ഇന്നത്തെ കൊള്ളത്തില്ലായിരുന്നു, ആ മെസ്സേജ് ചിലരെ കുത്തിയാ പറഞ്ഞേ, അങ്ങനെയൊക്കെ പറയും. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. നത്തിങ് വിത്ത് മെസ്സേജ് പറഞ്ഞയാളോ മെസ്സേജോ അല്ല. ദ പ്രോബ്ലം ഇസ് യു. നീ ആ മെസ്സേജ് എങ്ങനെ എടുത്തു, നിനക്കത് പോസിറ്റീവായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും. ദർ സോ മെനി എക്സാമ്പിൾസ് നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റും. സാഹചര്യങ്ങളും ഇല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ ബാഡായിരുന്നിട്ടും ഡിറ്റർമിനേഷനും ആറ്റിറ്റ്യൂഡും കൊണ്ട് സക്സസ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ, ഒത്തിരി കാര്യങ്ങൾ. റീസെൻ്റ്ലി ഐ വാസ് റീഡിങ് എ ആർട്ടിക്കിൾ. ഐ തിങ്ക് മെൻ ബോൺ ഇൻ ടർക്കി ബോൺ ആയിരുന്നു. ഹിസ് നെയിം വാസ് മിസ്റ്റർ ആർമഗൻ ആൻഡ് ഹി വാസ് ബോൺ ബ്ലൈൻഡ് ആയിരുന്നു. ബട്ട് ഹി വാസ് ഗ്ലോബൽ റെക്കഗ്നേഷൻ എന്തിനായിരുന്നു എന്നറിയോ? ഓയിൽ പെയിൻറ്റിങ്ങും ആർട്ട്, ക്യാൻവാസിനകത്തൊക്കെ ഈ പോർട്രേറ്റും ഈ ലാൻഡ്സ്കേപ്സ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, ഇയാൾ ഹി നെവർ നോ സീ എ സ്കൈ ബ്ലൂ ആണെന്നോ ഹി നെവർ സീൻ എ ഗ്രാസ് ഗ്രീൻ ആണെന്നോ ഒന്നും കണ്ടിട്ടില്ല. ബട്ട് അവൻ്റെ ടച്ചിൻ്റെ അതുമൂലം കേട്ടത് മൂലമൊക്കെ ഹീ ബിക്കം വെൽ നോൺ, ഫേമസ് ആയി. അങ്ങനെ സോ മെനി വെൽ നോൺ ഫേമസ് പീപ്പിൾ അറൗണ്ട്, അല്ലേ? Because of the hard work, they become well known. Thomas Edison, Albert Einstein, Abraham Lincoln. Abraham Lincoln, he was born in a പോവർട്ടിയിലാണ് ജനിച്ചെന്നാണ് പറയുന്നത്. ബട്ട് ഹി ബിക്കം എ US president. എങ്ങനെയാണ് the determination he has. വേണ്ട, നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മുടെ എക്സാമ്പിൾ നമുക്ക് പറയാം. അംബാനി ഹയർ എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ള വ്യക്തി പോലുമല്ല, അതിന് സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. ബട്ട് ഹി ബിക്കം അംബാനി. എങ്ങനെയാണ്? The determination, how he's taken it. So let me just say, so our attitude determines whether we grow from it or whether we get stuck. So ഇന്ന് ഞാൻ പറയട്ടെ, be a positive and proactive mindset. God bless. Thank you.